എല്ലാവർക്കും നമസ്കാരം. മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ ആൾമര പ്രദക്ഷിണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ത്രിമൂർത്തി സാന്നിധ്യം നിറഞ്ഞ വൃക്ഷമാണ് ആൾമരം. വൃക്ഷങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ആൾമരത്തിന് ഹിന്ദുത്വ ആചാരപടി അധിക പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. ആൾമര പ്രദക്ഷിണം രാവിലെ ചെയ്യുന്നതാണ് ഉത്തമം. ആൾമരത്തിന്റെ താഴത്തെ ഭാഗം ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും മുകളിൽ ശിവനും വസിക്കുന്നത് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് ആൾമരത്തിനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് ഏത് മന്ത്രം എന്ന് വെച്ചാൽ മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണു രൂപിണെ അഗ്രശിവരൂപായ വൃക്ഷരാജായതേ നമഃ. ഈ മന്ത്രമാണ് നമ്മൾ ആൾമരം പ്രദക്ഷിണം ചെയ്യുമ്പോൾ ചൊല്ലേണ്ടത്. ആൾമരം പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫലം കിട്ടുമെന്ന് വെച്ചാൽ ശനി ദശാകാലം, കണ്ടക ശനി, അഷ്ടമ ശനി, ഏഴര ശനി ഇത് എല്ലാം അനുകൂലമല്ലാത്ത കാലങ്ങളിൽ നമ്മൾ ആൾമര പ്രദക്ഷിണം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായ ദോഷപരിഹാരമാണ്. പിന്നെ എല്ലാ ദിവസവും പോയി ആൾമര പ്രദക്ഷിണം ചെയ്യാൻ പറ്റാത്തവർ ശനിയാഴ്ച മാത്രമെങ്കിലും രാവിലെ പോയി ആൾമര പ്രദക്ഷിണം ചെയ്യാം. ശ്രീ ബുദ്ധർക്ക് ബോധോദയം കിട്ടിയത് ആൾമര ചവിട്ടിലിരുന്ന് ധ്യാനം ചെയ്യുമ്പോഴായിരുന്നു. അതുകൊണ്ട് ആൾമരത്തിനെ ബുദ്ധമതക്കാരും സാക്രഡ് ട്രീ ആയിട്ട് ഇപ്പോഴും കരുതുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഓരോരോ ആൾമര ചവിട്ടിലും ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. തമിഴ്നാട്ടിൽ മിക്കവാറും എല്ലാ ആൾമര ചവിട്ടിലും ഒരു ഗണപതി കാണും. നമ്മളുടെ ആൻസസ്റ്റേഴ്സ് എല്ലാവരും ഭയങ്കര ബുദ്ധിമാനാണ്. അത് എന്തെന്ന് വെച്ചാൽ ആൾമര പ്രദക്ഷിണം രാവിലെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ആൾമരം നേച്ചറിന്റെ ഒരു എയർ ഫിൽട്ടർ എന്ന് നമുക്ക് പറയാം. അത് എന്തെന്ന് വെച്ചാൽ ആൾമരം കാർബൺ ഡൈ ഓക്സൈഡ് വലിയ തോതിൽ വലിച്ചെടുക്കുകയും ഓക്സിജനെ ധാരാളം പുറത്തുവിടുകയും ചെയ്യുന്ന വൃക്ഷമാണ് ആൾമരം. അതുകൊണ്ടാണ് ആൾമരം വൃക്ഷങ്ങളുടെ രാജാവാണ് എന്ന് കരുതപ്പെടുന്നത്. പിന്നെ രാവിലെ മരങ്ങളെല്ലാം ഓക്സിജൻ പുറത്തുവിടും, വൈകിട്ട് മരങ്ങളെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും. അതുകൊണ്ടാണ് നമ്മുടെ ആൻസസ്റ്റേഴ്സ് രാവിലെ ആൾമരം പ്രദക്ഷിണം ചെയ്യാൻ പറഞ്ഞത്. രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി ആൾമര പ്രദക്ഷിണം ചെയ്യുമ്പോൾ നല്ല ഓക്സിജൻ എല്ലാം നമ്മൾ ഇൻഹേൽ ചെയ്യും. നമ്മുടെ മൈൻഡ് ഭയങ്കര റിഫ്രഷ് ആയിട്ടിരിക്കും. രാവിലെ നമ്മൾ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം മൊത്തം നമുക്ക് പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ സൈക്കോളജിക്കൽ പടി രാവിലെ എണ്ണിക്കുമ്പോൾ നമ്മുടെ കാല് എവിടെയെങ്കിലും തട്ടിന്ന് വെച്ചോ, അപ്പം നമ്മൾ പറയും അയ്യോ എൻ്റെ കാല് പോയി, അല്ലെങ്കിൽ മുറിഞ്ഞെന്ന് വെച്ചോ, അന്നത്തെ ദിവസം മൊത്തം നമുക്ക് എല്ലാം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റാണ് എല്ലാം നമുക്ക് കാരണം. അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് വൈബ് കിട്ടും. അതേപോലെ ശ്മശാനം എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ മൈൻഡ് സെറ്റിനെ പോസിറ്റീവ് തിങ്കിന് ട്രെയിൻ ചെയ്ത് വെക്കണം. പിന്നെ ആൾമരത്തിനെ കുറിച്ച് നമ്മൾ സ്പിരിച്വൽ ആയിട്ടും സയൻറ്റിഫിക് ആയിട്ടുമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവം ഉണ്ട് എന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ ചാൾസ് ഡാർവിൻ്റെ ഒരു തിയറി നമുക്ക് കാണാം. ചാൾസ് ഡാർവിൻ എന്ത് പറയുന്നത്? ഗ്രാജുവലിസം, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സ്പീഷ്യസ്, വേരിയേഷൻ ആൻഡ് ഹെറിഡിറ്റി, ഇങ്ങനെ എന്ത് ചാൾസ് പറഞ്ഞാലും എല്ലാ പ്ലാനറ്റ്സിനും എത്ര സാറ്റലൈറ്റ് അയച്ചാലും ആര് എങ്ങനെ പറഞ്ഞാലും ഈ പ്രപഞ്ചത്തെ പടച്ച ഒരു മഹാശക്തി ഉണ്ട്. ആ മഹാശക്തിനെ നമുക്ക് നേരിട്ട് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ ഓരോരോ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ്സും ഫീൽ ചെയ്യാനേ പറ്റും. ഈ ലോകത്തിൽ കാറ്റുണ്ട്, നമുക്ക് കാറ്റിനെ കാണാൻ പറ്റത്തില്ല. കാറ്റ് നമ്മുടെ പുറത്ത് വീശുമ്പോൾ ഫീൽ ചെയ്യാനേ പറ്റും. അപ്പോൾ നമുക്ക് കാറ്റ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഈ പ്രപഞ്ചത്തിലുള്ള മഹാശക്തി, ഒരു പെരിയ മഹാശക്തി ഉണ്ട്. അതാണ് നമ്മൾ ആട്ടിപ്പടച്ച് കാത്ത് രക്ഷിക്കുന്നത്. സത്യമായിട്ട് ദൈവമുണ്ട്. ഇന്ന് നമ്മൾ ആൾമര പ്രദക്ഷിണത്തെ കുറിച്ച് കണ്ട്. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.